Yeah. Lights. Changing. These are lights? Lights. ഇവിടെ നോക്കിയാൽ നമ്മുടെ ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ച് നന്നായിട്ട് കാണാൻ പറ്റും. ആ ഒരു ലൈനിൽ ട്രിനിറ്റി ചർച്ചാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. കാരണം നല്ല പൊക്കമുണ്ട്, നല്ല ഗോൾഡൻ മേൽക്കൂരയൊക്കെ ഇല്ലേ, അതും കൂടെ ആയി കഴിയുമ്പോൾ നല്ലൊരു അട്രാക്ഷനാണ്. ഇവിടെ എല്ലാം ഈ സുവനീർ ഷോപ്പുകളാണ്. ഇതാണ് അരിക്കാല ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ്. St. George. St. George. Where we are going next? Now we will go Old Tbilisi. Old Tbilisi. By cable car we will go up to see Mother of Georgia and Naritala Fortress. Okay. നമ്മളിപ്പോൾ ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ചിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ടിബിലിസി അതുപോലെ ഒരു കേബിൾ കാറൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കത്തീഡ്രലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. നമ്മൾ നേരത്തെ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലോട്ട് പോയ വഴി തന്നെ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ റൈക്ക് മ്യൂസിക് തിയേറ്റർ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ. അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഉച്ച സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡിലൊന്നും തീരെ തിരക്കില്ല. ദൂരെ നമ്മുടെ ട്രിനിറ്റി കത്തീഡ്രലിൻ്റെ സ്വർണ്ണ മകുടം കാണുന്നുണ്ട്. കാണുന്നത് ഹൗസ് ഓഫ് ജസ്റ്റിസ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഒരു സ്ക്വയർ യൂറോപ്പ് സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ടിബിലിസിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് കൂടെയാണിത്. ഇതിനെ ചുറ്റി കുറേ അട്രാക്ഷൻസ് യൂറോപ്പ് സ്ക്വയറിനെ ചുറ്റിയിട്ട് ഉണ്ട്. നമ്മൾ അതിൽ കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് ബ്രിഡ്ജ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു ഫേമസ് ബ്രിഡ്ജിലാണ്. പിന്നെ അതുപോലെ കേബിൾ കാർ ഉണ്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ആ കാണുന്നതാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. ഇതിപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്. പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചർച്ചിൻ്റെ ഭാഗത്തോടെ നമ്മൾ പോകുന്നുണ്ട്. ആദ്യം ഇവിടെ കേബിൾ കാറിൽ മുന്നോട്ട് പോകണം. ഇതാണ് കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിങ്. അതായത് കണ്ടോ ആ പോകുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് കുറേ കാഴ്ചകൾ കാണാനുള്ളത്. ഇത് ഈ കേബിൾ കാറിൽ കയറാനുള്ള തിരക്കാണ്. ആദ്യം നമുക്ക് ബ്രിഡ്ജ് ഓഫ് പീസ് കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു എയർ ബലൂണാണുള്ളത്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ മുഴുവൻ തിരക്കാവുന്നതാണ് പറയുന്നത്. അപ്പം ഈ സമയത്ത് ചൂടുമില്ല, വെയിലുണ്ട് പക്ഷേ ചൂടില്ല. നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയ സമയം എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. നമ്മൾ ശരിക്കും ഇതിന് മുമ്പ് വരേണ്ടതായിരുന്നു. അതായത് സമയം ഇപ്പോൾ 1:30 നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ലേറ്റായിട്ടാണ്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് നമ്മളിവിടെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കേബിൾ കാറൊക്കെ അതുവഴി പോകുന്നുണ്ട്. അതിൻ്റെ പുറകിലെല്ലാം ഈ ഓൾഡ് ടിബിലിസിയുടെ കാഴ്ചകളാണ് പുറകിലുള്ള ബിൽഡിങ്ങെല്ലാം. കാറ്റാടി, പൈൻ മരങ്ങൾ, മേപ്പിൾ. ഈ ടിബിലിസി സിറ്റിയുടെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് ഈ കുറാർ റിവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും വേണമെങ്കിൽ പറയാം. അതായത് ഈ നദിയുടെ 2 വശത്തുമായിട്ടാണ് ടിബിലിസി സിറ്റി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ഓഫ് പീസ്. ഓക്കെ. ഈ കാണുന്നതാണ് കുറാർ റിവർ. തുർക്കി നിന്നാണ് ഈ നദി ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജോർജിയ, അസർബൈജാൻ വഴി ഇത് കാസ്പിയൻ കടലിലോട്ട് ഏകദേശം 1500 കിലോമീറ്റർ നീളമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഈ കുറാർ റിവറിൽ ബോട്ടിങ്, റാഫ്റ്റിംഗ് അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ ഈ ഒരു ഭാഗത്തുണ്ട്. കുർ എന്ന് പറഞ്ഞാൽ നദി എന്നാണ് ഇറാനിയൻ ഭാഷയിൽ അർത്ഥം. അങ്ങനെ ഇറാനിയൻ ഭാഷയിൽ നിന്നാണ് ഈ ഖുറ എന്നുള്ള വാക്ക് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഖുറ നദിക്ക് മത്വാരി എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട്. After we will go by cable car, we will go up and we will see from up down also very nice view. Okay. Okay. It's always giving good oxygen. Yeah. Wow, it's nice smell. Always green, summer, winter, because giving good oxygen. നല്ല മണമുണ്ടല്ലോ. ഇത് പൈൻ ട്രീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് മണപ്പിക്കാൻ തന്നു. ഞാൻ പലപ്പോഴും പൈൻ ട്രീ കണ്ടിട്ടുണ്ടെങ്കിൽ
വെള്ളം വെള്ളം വെള്ളം. പലപ്പോഴും പൈൻ ട്രീ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഇല മണപ്പിച്ചിട്ടില്ല, പക്ഷെ നല്ല മണമുണ്ട്. ഖുറ നദിക്ക് മുകളിൽ ഓൾഡ് ടിബ്ലിസിയെയും ന്യൂ ടിബ്ലിസിയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. മൈക്കിൾ ഡെലുച്ചി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഡിസൈനറാണ് ഈ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2010 ഇതിൻ്റെ പണി പൂർത്തിയാകുന്നത്. ബ്രിഡ്ജിൻ്റെ മുകളിൽ നല്ല തിരക്കുണ്ട്. ടിബിലിസിയുടെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വരുന്നവരെല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ബ്രിഡ്ജ് ഓഫ് പീസ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വന്നാലും ഇവിടെ നല്ല തിരക്കായിരിക്കും എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. സ്റ്റീലും ഗ്ലാസും മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതുപോലെ ഈ ഗ്ലാസ്സിലൊക്കെ LED ലൈറ്റുകളുണ്ട്, രാത്രിയാകുമ്പോൾ അത് പ്രകാശിക്കുന്നതാണ് പറഞ്ഞത്. ജോർജിയക്കാരും ടിബ്ലിസിക്കാരും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് കാണിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഓഫ് പീസിനെ കണക്കാക്കുന്നത്. നമ്മൾ നടന്ന് പാലത്തിൻ്റെ ഇങ്ങിയ സൈഡിലെത്തി. ഇവിടെ നിന്ന് വേണമെങ്കിൽ നേരെ റോഡിലോട്ട് കാണാം. നമ്മളിതിൻ്റെ ലാസ്റ്റ് വരെ പോയിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. These are lights. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. കൈ എടുത്ത് ഇത് കണ്ടോ, LED. ഈ LED ഒക്കെ വർക്കാവും. നമ്മൾ പാലത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് വന്നു, റോഡ് ക്രോസ് ചെയ്ത് വന്നു. ഇതാണ് ആ മെയിൻ റോഡ്. അപ്പുറത്ത് ഖുറ റിവർ. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ്. ഇനി നേരെ കേബിൾ കാറിലോട്ട് പോവാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേബിൾ കാർ. വാട്ട് ഈസ് ദ ചാർജ് ഫോർ കേബിൾ കാർ? 2 lari, 1 way, 1 person. ഓക്കെ, ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെയാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് പാർക്ക്? Europe Square. യൂറോപ്പ് സ്ക്വയർ. ഓക്കെ ഓക്കെ, യൂറോപ്പ് സ്ക്വയർ എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞു. നമുക്ക് നേരെ കേബിൾ കാറിലോട്ട് പോകാം. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു, കാർഡ് മാത്രമേ ഉണ്ടായിരുന്നു. കൗണ്ടറിൽ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്തായാലും നമ്മുടെ ഗൈഡിൻ്റെ ഒരു കാശ് ഉണ്ടായിരുന്നു, പുള്ളി ടിക്കറ്റ് എടുക്കുക. നമ്മളിപ്പോൾ എത്ര പേരുണ്ട്? 7 പേരാണ്. 2.5 ജോർജിയൻ ലാറിയാണ് ടിക്കറ്റ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ലാറിയെ പറ്റി പറഞ്ഞപ്പോഴാണ്, ജോർജിയയുടെ കറൻസി എന്ന് പറഞ്ഞാൽ ജോർജിയൻ ലാറിയാണ്. ഒരു UAE ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 75 ജോർജിയൻ പൈസ കിട്ടും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതായത് UAE ദിർഹത്തിനെ കഴിഞ്ഞിട്ട് മൂല്യം കൂടിയ ഒരു കറൻസിയാണ് ലാറി. ടിബ്ലിസി ട്രാം കേബിൾ കാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ട്രാം എന്നും പറയുന്നുണ്ട്. റൈ പാർക്കിനെയും നരിക്കാല ഫോർട്രസിനെയും ബന്ധിപ്പിക്കുന്ന, കണക്ട് ചെയ്യുന്ന ഒരു യാത്രാ സംവിധാനം കൂടിയാണ് ഈ കേബിൾ കാർ. ഇവിടെ നോക്കിയാൽ നമ്മുടെ ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ച് നന്നായിട്ട് കാണാൻ പറ്റും. ആ ഒരു ലൈനിൽ ട്രിനിറ്റി ചർച്ചാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. കാരണം നല്ല പൊക്കമുണ്ട്, നല്ല ഗോൾഡൻ മേൽക്കൂരയൊക്കെ ഇല്ലേ, അതും കൂടെ ആയി കഴിയുമ്പോൾ നല്ലൊരു അട്രാക്ഷനാണ്. These red buildings, red homes, this side. This is all Tbilisi, heart of Tbilisi. Okay, okay. North side, south side, after grow up and grow up. Yeah, that is New Tbilisi. New Tbilisi, New Tbilisi. My home outside this. my building. This side. This side. Your hotel this side. Okay. Okay, okay. End of city. End of city there. End of city, yeah. But Okay, okay. Gudauri mountains, north side. Okay, okay. That is Gudauri mountain. Gudauri. Okay, okay. Kutaisi west. Okay. Gudauri north side. We will go after tomorrow. ഈ കാണുന്ന ചുവന്ന മേൽക്കൂരയുള്ള വീടുകളെല്ലാം പഴയ ടിബിലിസിയും, അതിൻ്റെ പുറകിൽ കാണുന്ന വലിയ ബിൽഡിംഗ്, അതായത് അപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉള്ള ടൈപ്പിൽ കാണുന്ന ആ ഏരിയയാണ് ന്യൂ ടിബിലിസി. ഈ സൈഡിൽ നോക്കിയാലും അതുപോലെ കാണാം. ഈ ചുവന്ന താഴോട്ടുള്ള ബിൽഡിംഗ് എല്ലാം ചുവന്ന മേൽക്കൂരയും, അതിൻ്റെ പുറകിലെല്ലാം വലിയ വലിയ കെട്ടിടങ്ങളാണ്. ആ വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം ന്യൂ ടിബിലിസിയാണ്.
ഇവിടെ എല്ലാം ഈ സുവനീർ ഷോപ്പുകളാണ്. അതുപോലെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. ബിയർ, ടർക്കിഷ് കോഫി. എല്ലാം സുവനീറുകളാണ്. אין בעיה, אין בעיה, אין שום בעיה. אתה תחליט מה אתה רוצה. This is stabilized wood. It's not real color wood, but it's special process to make this color. നമ്മൾ നടന്ന് മദർ ഓഫ് ജോർജിയയുടെ അടുത്തെത്തി. ജോർജിയയിലെ സ്ത്രീകളുടെ ഒരു പ്രതീകമായിട്ടാണ് ഈ മദർ ഓഫ് ജോർജിയയെ കണക്കാക്കപ്പെടുന്നത്. ജോർജിയൻ സ്ത്രീകളുടെ ഹോസ്പിറ്റാലിറ്റിയും സ്ട്രെങ്തും കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീകാത്മക ശില്പമാണ് മദർ ഓഫ് ജോർജിയ. ഒരു കയ്യിൽ വീഞ്ഞും മറ്റേ കയ്യിൽ വാളും ജോർജിയൻ ട്രഡീഷണൽ ഡ്രസ് ഇട്ട് നിൽക്കുന്ന ഒരു വനിതയുടെ രൂപത്തിലാണ് ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത്. ടിബിലിസി ടൗണിനെയും പുറ റിവറിനെയൊക്കെ കുന്നിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലതുപോലെ കാണാൻ പറ്റും. ടിബിലിസി സിറ്റിയെ നോക്കി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ സോളോലാക്കി ഹിൽ എന്നാണ് അറിയപ്പെടുന്നത്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് 1958 ഇത് നിർമ്മിക്കുന്നത്. ടിബിലിസി സ്ഥാപിതമായതിന്റെ 1500-ാം വാർഷികത്തിലാണ് അന്ന് ഈ ഒരു പ്രതിമ നിർമ്മിക്കുന്നത്. 20 മീറ്ററാണ് പ്രതിമയുടെ ഉയരം. അലുമിനിയം കൊണ്ടാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 175 years old. Carry about different countries, not only Georgia. And very nice. ഏകദേശം 175 വർഷം പഴക്കമുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. ഒരു ദിവസം മുഴുവനായിട്ട് നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്, അതുപോലെ കുറേ ഗാർഡനുണ്ട്, നമുക്ക് ഒരുപാട് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോകുന്നില്ല. വേറെ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നോക്കാം. ഓട്ടം സീസണിൽ പല പല കളറിൽ അവിടെ ഈ മരങ്ങളുടെ ഇലകളൊക്കെ മാറിയിട്ട് വേറെ വേറെ കളറിലുണ്ടാവും. അത് കാണാൻ നല്ല രസമുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് ഗൈഡ്. ഇനി നമ്മൾ നരിക്കാല ഫോർട്രസിലോട്ടാണ് ഇനി പോകുന്നത്. നമ്മുടെ കേബിൾ കാറിൻ്റെ അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് നരിക്കാല ഫോർട്രസ്. ഇത് കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ, ഫോർട്രസിൻ്റെ ആ ഒരു കോട്ടയുടെ. നരിക്കാല കോട്ടയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു വ്യൂവിംഗ് ഡെക്കുണ്ട്. ഇത് കണ്ട ഇങ്ങനെ കുത്തനെയുള്ളൊരു പാറയാണ്. അതിൻ്റെ ഈ ഒരു കോണിലാണ് ഈ ഒരു കോട്ടയുള്ളത്. Today night you will sleep well. Yeah, because we will walk some places. Yeah. ഇവിടെ നോക്കുമ്പോൾ ശരിക്കും ടിബിലിസി സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഒരു 360 ഡിഗ്രി വ്യൂ. 360 ഡിഗ്രി വ്യൂ നല്ല ഒരു ആകാശ കാഴ്ചയാണ് ശരിക്കും കിട്ടുന്നത്. ഇത് നല്ല പൊക്കമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പൊക്കമുള്ള സ്ഥലത്ത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരുന്നിട്ട് കാണുന്ന പോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സിറ്റിയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. This fortress was such a shelter for local Tbilisi people if enemy attacked. Sometimes Narinkala Mongolians called 14th, 15th century Georgia. Narinkala Mongolian, which means small fortress if you translate. Okay. They called Narinkala small fortress, but 4 times they attacked to be taken. Strong and strategic place was for city. Okay. 4-5 century, yeah, this side. Oh, this side. Yeah, we will go inside and I will show you inside also. ഇവിടെ നല്ല തണലുണ്ട്. കേബിൾ ട്രാമിൻ്റെ അവിടെ നിന്ന് കുറേ നടന്നു. ഇനിയും കുറേ നടക്കാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ട്. നമുക്ക് നടന്ന് തളരുമ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാം. അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റ് ഏരിയകൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കോട്ടയുടെ താഴെയുള്ള ഭാഗത്തൊക്കെ കണ്ടോ തകർന്ന പാടുകൾ കാണാൻ പറ്റും. അതൊരു സ്ഥലത്തുള്ള റോഡ്. കാർ വഴി വരുന്നവർക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു റോഡുണ്ട്. നല്ല സ്റ്റീപ്പായിട്ടുള്ള റോഡാണെന്ന് പറഞ്ഞത്. ഇതാണ് നരിക്കാല ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ്. Please come. നമ്മൾ ആദ്യം വേറെ ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നത്? This is mosque, Muslim, Azerbaijan, Juma Masjid. Inside nice ornaments, Muslim mosque. ആ കാണുന്നത് ജോർജിയയിലെ ജുമാ മസ്ജിദാണ്. ഇവിടെയുള്ള അസർബൈജാനികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു പള്ളിയാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. This is interesting photos. Look down these buildings, round buildings. Under this is natural sulfur water bus.
pools. ഓക്കെ ഓക്കെ പൂൾസ് Underground coming sulfur water. ആ ഹാ ഹാ സൾഫർ For women's different, for men's different. Look this photo, 1818, end of 18th century. This photo is very old. അങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മൾ കോട്ടയുടെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള കല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. പല ആക്രമണങ്ങളിലും കോട്ട നശിച്ചു പോയിട്ടും പുതുക്കി പണിയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കല്ലുകളും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ കാണുന്നത്. ഇതാണ് ഈ കോട്ടയുടെ ഗേറ്റ്. Very large ones. It's very interesting. ഇവിടെ തടി കൊണ്ടുള്ള ഒരു വലിയൊരു ഡോർ ഉണ്ടായിരുന്നു. Wood. Okay. Very close. ആ ഓക്കെ 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 All technology. More strong than cement. When they boiled this clay, heart of chicken eggs, secret was also. okay. When this boiled, they built, become cold. ആ ഓക്കെ More strong than cement after because centuries. ദിസ് വൺ ഇത് ഇവരുടെ തന്നെ ഒരു ടെക്നോളജി വെച്ചിട്ട് എന്തോ പണ്ട് കാലത്ത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. More than 1,000 years old. This now new building looking very good. Iron glass, but 1,000 year. Yeah. Maybe 300 year. Right. But before this technology, very very strong. Still strong. Oil become cold, built time. After very very strong, like ഇത് കണ്ടിട്ടൊരു പുതിയ ബിൽഡിംഗ് പോലെയാണ് തോന്നുന്നത്. ആ പൊമോഗ്രനൈറ്റ് യെസ് juice very good. ഉള്ളിൽ കയറുന്ന സ്ഥലത്താണ് ഈ പൊമോഗ്രനൈറ്റ് മാതളം നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല, വേറൊരു ടൈപ്പാണ്. ഇവിടെയൊക്കെ വലുത് നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ നമ്മൾ കോട്ടയുടെ മുകളിലെത്തി. ഇവിടെ ഒരു ചർച്ചുണ്ട്. There was old church. Look this down. ആ So old church after they renovated. ഓക്കെ Renovated. ഈ കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്നൊരു പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ്. ഇപ്പോൾ കാണുന്നത് പുതിയ പള്ളിയാണ്. ഇത് നൂറ്റാണ്ടുകളും മുമ്പ് പഴക്കമുള്ളൊരു പള്ളിയുടെ അവശിഷ്ടമാണ് ഈ താഴെ കാണുന്നത്. നമുക്കിനി ചർച്ചിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. 11 മണി മുതൽ 6 മണി വരെയാണ് ഈ ചർച്ച് വർക്കാവുക. Look up, King David's building. Who is this? Saint Nicholas. Saint Nicholas. Okay. This is ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് സെന്റ് നിക്കോളാസ്. സെന്റ് നിക്കോളാസിന്റെ പേരിലുള്ള ചർച്ചാണ്. സെന്റ് നിക്കോളാസിന്റെ പിക്ചറാണ്. അവിടെ എഴുതിച്ച് നമ്മൾ കണ്ടില്ലല്ലോ. പള്ളിക്കകത്ത് കയറുമ്പോൾ Women need, men don't need. This is role. I show you some about Holy Trinity Church. So everywhere they will change this. Saint George. സെന്റ് ജോർജ്. Now we will go back by cable car. We will sit. We will go down. ഓക്കെ You will change money, ഓക്കെ and after we will go Tatsminda Park. ഓക്കെ Up. ഓക്കെ But before we go Tatsminda Park, I will drive you Gustav Main Avenue. I will show you. So. അപ്പം നരിക്കാല ഫോർട്രസ്സിലെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അത്യാവശ്യം വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.